أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. വൽ ഖിസ്മുൽ അവ്വലു അതിലെടുക്കാണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? നമ്മൾ കെലിമത്തുകൾ 3 ഖിസ്മാണ്, അതിൽ മുനഹശറത്തുമാണ്. കെലിമത്ത് 3 ഖിസ്മാണ്, ആ 3 ഖിസ്മിൽ മുനഹശറത്താണ്. അതിന് ദലീല് മുസന്നിഫ് കൊണ്ടുവന്നു. അതിലെ ഒരു ഭാഗം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒന്നുകിൽ അത് ആ കെലിമത്തിന് നഫ്സിൽ ഉള്ള ഒരു മാനാന്റെ മേൽ അറിയിക്കലാണ്, അല്ലെങ്കിൽ അങ്ങനെ അറിയിക്കാതിരിക്കലാണ്. രണ്ടാമത്തത് അറിയിക്കാത്തത് ഹർഫാണ്. ഇനി അറിയിക്കുന്നത് പറഞ്ഞല്ലോ, അതിനെ തഖ്സീം ചെയ്യാണ്. അതാണ് വൽ ഖിസ്മുൽ അവ്വലു, ഒന്നാമത്തെ ഖിസ്മാകുന്നത്. അതാരാ? വഹുവ മാ യദുല്ലു അലാ മഅനൻ ഫി നഫ്സിഹാ. മാ ഒന്നാണ്, എങ്ങനത്തെ ഒന്നാണ്? യദുല്ലു, അതറിയിക്കുന്നു. അലാ മാനൻ, ഒരു മാനാന്റെ മേൽ അറിയിക്കുന്നു. എങ്ങനത്തതായ മാനയാണ്? ഫി നഫ്സിഹ, ഈ ഒന്നിന്റെ നഫ്സിലുള്ളതായ മാനാന്റെ മേൽ അറിയിക്കുന്നു. ഈ ഒന്നര കെലിമത്താണല്ലോ. അപ്പൊ ആ ഒരു മാന പരിഗണിച്ചിട്ട്, കെലിമത്ത് പരിഗണിച്ചിട്ടാണ് തഅനീസ് ആക്കിയത്. ഓക്കെ. അപ്പൊ സ്വന്തത്തിലുള്ള മാനാന്റെ മേൽ അറിയിക്കുന്ന ഒന്ന് അതാകുന്നത് ഇമ്മ മിൻ സിഫത്തിഹ, അതിന്റെ സിഫത്തിൽ പെട്ടതാണ്. എന്ത്? ഐ യഖ്തരിന ദാലിക്കൽ മാന. അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇമ്മ മിൻ സിഫത്തിഹ, അതിന്റെ സിഫത്തിൽ പെട്ടതാണ്. അവിടെ ഇമ്മ മിൻ സിഫത്തിഹി എന്ന് പറയലായിരുന്നു നല്ലത്. കാരണം അൽ അവ്വലുമ കാണല്ലേ പോണത്. അൽ അവ്വലു ഇമ്മ മിൻ സിഫത്തിഹി എന്ന് പറയണ്ടേ. എന്നാൽ അവിടെ തഅനീസാക്കാൻ വജ്ഹുണ്ട്. അവ്വലുകൊണ്ട് എന്താ? കെലിമത്താണല്ലോ. അപ്പോ അവിടെ അങ്ങനെ പരിഗണിച്ചിട്ട് ആക്കിയതെന്ന് വെക്കുക. അപ്പൊ അതിന്റെ സിഫത്തിൽ പെട്ടതാണ് ഐ യഖ്തരിന ദാലിക്കൽ മാന അൽ മദ്ലൂലു അലൈഹി ബിനഫ്സിഹ. ഐ യഖ്തരിന ദാലിക്കൽ മാന, ആ മാന അന്വരിക്കലാണ്. ഒന്നുകൂടി, ഒന്നാമത്തെ ഖിസ്മാകുന്നത് അതിന്റെ സിഫത്തിൽ പെട്ടതാണ്. ഐ യഖ്തരിന, അതന്വരിക്കലല്ല. ഐ യഖ്തരിന ദാലിക്കൽ മാന, ആ മാന. ഏത് മാന? അൽ മദ്ലൂലു അലൈഹി ബിനഫ്സിഹ. ഈ ഒന്നുകൊണ്ട് അൽ അവ്വലുണ്ടല്ലോ, ഒന്നാം ഖിസ്മ്, അഥവാ ആ കെലിമത്ത്, സ്വന്തം മാനാന്റെ മേൽ അറിയിക്കുന്ന കെലിമത്ത്, അതിന്റെ നഫ്സ് കൊണ്ട് അറിയിക്കപ്പെട്ടതായ ആ മാന ഉണ്ടല്ലോ, ആ മാന അന്വരിക്കലാണ്. എന്തിന്? എവിടെയാണ് അന്വരിക്കുന്നത്? ഫിൽ ഫഹ്മി അൻഹ എന്നാണ്. തഹഖുഖിലല്ല, ഫഹ്മിന്റെ കാര്യത്തിലാണ് അന്വരിക്കുന്നത്. അപ്പൊ ഫിൽ ഫഹ്മി അൻഹ, ആ കെലിമത്തിനെ തൊട്ട് അതിൽ നിന്ന് മനസ്സിലാകുന്നു എന്ന കാര്യത്തിൽ, അപ്പൊ മനസ്സിലാകുന്ന വിഷയത്തിലാണ് അന്വരിക്കുന്നത്. ഞാൻ വിശദീകരിച്ചു തരാം. എന്തിനോട് അന്വരിക്കുന്നു? ബി അഹദിൽ അസ്മിനത്തി സലാസത്തി, 3 കാലങ്ങളിൽ ഒന്നിനോട് അന്വരിക്കുന്നു. അപ്പോ ഒരു കെലിമത്ത് അതിന്റെ നഫ്സ് കൊണ്ട് അതൊരു മാനാന്റെ മേൽ അറിയിക്കുന്നു. ആ ഒരു മാന അത് 3 കാലത്തിനോട് അന്വരിക്കുന്നു. തഹഖുഖിലല്ല, അതായത് നഫ്സുൽ അംറിൽ സംഭവിക്കുന്ന കാര്യത്തിൽ അന്വരിക്കുന്നത് കാര്യം. ഈ കെലിമത്തിൽ നിന്ന് ഇതിനോടൊപ്പം അതും മനസ്സിലാകുന്നു. അപ്പം ഫഹ്മിന്റെ വിഷയത്തിലാണ് ഈ അന്വരണം. മനസ്സിലായോ? അവിടെ ഫിൽ ഫഹ്മി അൻഹ എന്നുള്ള കൈത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? മസ്ദറൊക്കെ ഇതിൽ പെടും. ഇതിപ്പോ പറഞ്ഞു വരുന്നത് ഫിയലാണെന്നാണല്ലോ. 3 കാര്യത്തിനോട് ഒന്നിനോട് അന്വരിച്ചാൽ അതെന്താണ്? ഫിയലാണ്. എന്നാൽ ഈ ഫിൽ ഫഹ്മി അൻഹ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ മസ്ദറും പെടും. അപ്പൊ മാനി ആവില്ല. മനസ്സിലായോ? താരീഫ് അറിയില്ലെങ്കിലും മസ്ദറിനെ പെടുത്താൻ പറ്റില്ലല്ലോ. കാരണം മസ്ദർ ഒരു ഹദസാണ്. ഹദസ് ഏതാണെങ്കിലും ഒരു സമയത്ത് സംഭവിക്കുമല്ലോ. ഹദസിന് 3 കാലം ലാസിമാണല്ലോ, അല്ലെ? അപ്പോ മസ്ദറും
എന്താണ് തഹഖുഖിന്റെ വിഷയത്തിൽ നഫ്സുൽ അംറിൽ സംഭവിക്കുന്ന വിഷയത്തിലാണെങ്കിൽ എല്ലാ ഹദസുകളും ഇങ്ങനെ തന്നെയാണ്. അത് സംഭവിക്കുമ്പോ മൂന്നാല് കാര്യത്തിനോട് അന്വേഷിച്ചിട്ടേ സംഭവിക്കുള്ളൂ. അപ്പോ അതും ഫീലാണെന്ന് വരും, നമ്മൾ പറഞ്ഞ കിസ്മിൽ വരുന്നു വരും, പക്ഷെ ശരിയല്ല. അപ്പൊ എന്തിന്റെ വിഷയത്തിലാണ്? ഈ കെലിമത്തിൽ നിന്ന് മനസ്സിലാകുന്ന വിഷയത്തിൽ മസ്തർ ഹദസിനെ അറിയിക്കുള്ളൂ, അതിൽ നിന്ന് സമന് കിട്ടൂല, വളയിലില്ല. മനസ്സിലായല്ലോ? അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നു എന്ന കാര്യത്തിലാണ് മൂന്നാല് കാര്യത്തിനോട് അന്വേഷിക്കുന്നത്. അപ്പൊ എന്താ അർത്ഥം? ഈ ഒരു ബിനഫ്സിയ അറിയിക്കുന്ന മാന ഉണ്ടല്ലോ, അതാരാ? ഹദസ് അല്ലെ? കലിമത്ത് ബിനഫ്സിയ അറിയിക്കുന്ന ഈ മാനോട് ഉദ്ദേശിച്ച ഹദസാണ്. ആ ഹദസിനെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതോട് കൂടെ ആരെയും മനസ്സിലാക്കുന്നു? മൂന്നാല് കാലത്തിലൊന്നിനെയും, മൂന്നാല് കാലത്തെയും മനസ്സിലാക്കുന്നു. മനസ്സിലായല്ലോ? ഇനി മൂന്നാല് കാലം എന്ന് പറഞ്ഞാൽ മാലി, ഹാലി, ഇസ്തിഖ്ബാൽ, ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി വിശദീകരിക്കാണ്. ഐ യഖ്തറന ബിഹാദിൽ അസ്മിനത്തി സലാസത്തി എന്ന് പറഞ്ഞല്ലോ. ഐ ഹീന യുഫ്ഹമു ദാലിക്കൽ മാന അൻഹ, ആ ഒരു മാനയെ ഈ ലഫ്ലിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന സമയത്ത് യുഫ്ഹമു അഹദുൽ അസ്മിനത്തി സലാസത്തി, അഥവാ ഫഹ്മിൽ അന്വരിക്കണേന്ന് വിശദീകരിക്കാണ്. അതാണ് ഹീന യുഫ്ഹമു ദാലിക്കൽ മാന അൻഹ യുഫ്ഹമു അഹദുൽ അസ്മിനത്തി സലാസത്തി ഐലൻ മുഖാരിനൻ ലഹു, ഈ മാനയോട് മുഖാരിനായിട്ട് അഹദുൽ അസ്മിനത്തി സലാസയെയും മനസ്സിലാക്കപ്പെടുന്നു. ഇതെന്തിനാണ് വിശദീകരിച്ചതെന്ന് അവിടെ ഇസ്ലാം എന്നവര് പറയുന്നുണ്ട്. അഥവാ ഇപ്പൊ മാലി എന്നുള്ള പദം കഴിഞ്ഞുപോയ എന്ന് പറഞ്ഞൂടെ? കഴിഞ്ഞുപോയ കാലത്തിനെ അറിയിച്ചില്ലേ? പക്ഷെ അത് മാലി ഒന്നേ മാത കൊണ്ടാണ് അറിയിക്കുക. ഇവിടെ വിശദീകരിച്ചിട്ടില്ലേ? മാത കൊണ്ടാണോ സീയ കൊണ്ടാണോ എന്നുള്ള വിശദീകരണം അവിടെ നടത്തിയിട്ടില്ലല്ലോ. പക്ഷെ മാലി എന്നുള്ള പദം അവിടെ കഴിഞ്ഞു പോയ ആ ബിനഫ്സിയായ മാനുണ്ടല്ലോ, അതാര? ഹദസല്ലേ? അത് അതിനോട് കൂടെ മറ്റാളും കിട്ടണം അന്വരിച്ചതായിട്ട്. അതിപ്പോ മാലി എന്നുള്ള പദത്തിൽ അങ്ങനെ കിട്ടൂല. കാരണം ആ ഹദസന്നെ നീ പറഞ്ഞ കഴിഞ്ഞു പോയ കാലം എന്ന് അറിയിക്കണത്. മനസ്സിലായില്ലേ? അവിടെ വായിച്ചു നോക്ക. ഇനി അത് പോയി, അത് കഴിഞ്ഞു. അപ്പോ എന്തായി? ഒന്നാമത്തെ കിസ്മ് അതിന്റെ സിഫത്തിൽപ്പെട്ടതാണ്. അത് മൂന്നാല് കാര്യത്തിനോട് അന്വരിക്കുക. ഔ മിൻ സിഫത്തിഹ അല്ലാ യഖ്തരിന ദാലിക്കൽ മാന ഫിൽ ഫഹ്മി അൻഹ മഅ അഹദിൽ അസ്മിനത്തി സലാസതി, അല്ലെങ്കിൽ അതിന്റെ സിഫത്തിൽപ്പെട്ടതാണ് ഐ യഖ്തരിന ദാലിക്കൽ മാന ഫിൽ ഫഹ്മി അൻഹ, ആ ലഫ്ലിൽ നിന്ന് മനസ്സിലാക്കുന്ന വിഷയത്തിൽ ആ മാന അന്വരിക്കാതിരിക്കലാണ്. ആരോട് കൂടെ? അവിടെ മാ പറഞ്ഞില്ലേ? മഅ അഹദിൽ അസ്മിനത്തി സലാസതി, ഈ മൂന്നാല് കാര്യത്തിന് ഒന്നിനോട് കൂടെ അന്വരിക്കാതിരിക്കലാണ്. അൽ ഖിസ്മു സാനി, രണ്ടാമത്തെ കിസ്മാകുന്നത്. വഹുവ അതാരാ? വഹുവ മാ യദുല്ലു അലാ മാനൻ ഫീ നഫ്സിഹാ ഗൈരി മുഖ്തരിനിൻ ബി അഹദിൽ അസ്മിനത്തി സലാസതി. ഞാൻ ഗൈരി വായിച്ചാൽ കാരണം സിഫത്താക്കിയിട്ട് ശേഷം ഒരു സ്ഥലത്ത് മുഖ്തരിനി എന്ന് വായിക്കുന്നുണ്ട് സിഫത്താക്കിയിട്ട്, അവിടെ സിഫത്താക്കി വായിക്കാം. അപ്പൊ വഹുവ മാ യദുല്ലു അലാ മാനൻ ഫീ നഫ്സിഹാ ഗൈരി മുഖ്തരിനിൻ ബി അഹദിൽ അസ്മിനത്തി സലാസതി. അപ്പൊ മൂന്നാല് കാലത്തിനോട് അന്വരിക്കാത്ത ഒരു മാനാന്റെ മേൽ സ്വന്തം കൊണ്ട് അറിയിക്കുന്ന ആ ഒന്നുണ്ടല്ലോ, അതാരാണ്? അൽ ഇസ്മു, അത് ഇസ്മാണ്. ഓക്കെ, ഇനി ഇസ്മ എന്ന പദത്തിനെ പറ്റി പറയാണ്. ഇസ്മ എന്ന പദം സുമുവി, സുമു എന്നതിൽ നിന്ന് അഹദ് ചെയ്യപ്പെട്ടതാണ്. ഇസ്തിഖാഖ് അഹദാണ്. അഹദ് ദാഇറത്തുൽ അഹദി ഔസഉ മിൻ ദാഇറത്തിൽ ഇസ്തിഖാഖ് അൽ ഖുദുനാമി. അപ്പൊ സുമു എന്നതിൽ നിന്നും എടുക്കപ്പെട്ടതാണ് ആര്? ഈ ഇസ്മു എന്നുള്ള പദം. അതിന് ഒരുപാട് തെളിവുകൾ. ഇത് ബസറക്കാരുടെ മദ്ഹബാണല്ലോ, ബസറക്കാരുടെ മദ്ഹബാണ് ഇത്. അവർക്ക് ഒരുപാട് തെളിവുണ്ട്. അത് ഏറ്റവും നല്ല മനോഹരമായിട്ട് വിശദീകരണം ഇവിടെ ഉള്ള അറിയോ? അത് നമ്മളെ ഇൻസാഫ് എന്ന കിതാബിൽ ഇബ്നുൽ അംബാരി തങ്ങള് കൂഫക്കാരെ ബസറക്കാരുടെ എല്ലാം ഖിലാഫ് വിശദീകരിക്കുന്ന കിതാബാണല്ലോ. ഇൻസാഫിൽ നല്ല ഉഷാറായിട്ട് ഒക്കെ നല്ല വൃത്തിയായിട്ട് പറയുന്നുണ്ട്. അപ്പൊ സുമു എന്നതിൽ നിന്ന് എടുക്കാൻ തെളിവുകൾ കുറച്ചുണ്ട്. സമ്മാ, അത് അസ്മാ എന്നാണ് അതിന്റെ ഇസ്മിന് ജമ്മ. എന്താ? അസ്മാ, അഫ്ആൽ. അപ്പൊ ഹംസ സായിദാവണ്ടേ? അഫ്ആൽ, അസ്മാ. അപ്പൊ അങ്ങനെ പല തെളിവുകളുണ്ട്. പിന്നെ കൂഫക്കാരുടെ അതിന് ഒരു മുറജി എന്താന്ന് വെച്ചാൽ തഗീറാത്തൊക്കെ കുറവാണ്. പക്ഷെ ആ തഗീറും വലിയ നിയമപരല്ല. നിങ്ങൾ ഇൻസാഫ് എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും.
അപ്പൊ വഹുവ മഅഖൂദുൻ മിന സുമൂവി, സുമു എന്നതിൽ നിന്നും എടുക്കപ്പെട്ടതാണ് ഇസ്മ എന്നത്. വഹുവൽ ഉലൂവു, സുമു എന്ന് പറഞ്ഞാൽ ഉലൂവ് എന്താണ്, മേലയാവലല്ലേ. അപ്പൊ മേലയാവ് എന്നുള്ള അർത്ഥത്തിനേക്കുള്ള സുമുവിൽ നിന്നെടുത്ത് ഇസ്മ എന്നതിനെടുത്തത് ലിസ്റ്റിഅലൈഹി, ഇസ്മിനെ മേലയായതിനു വേണ്ടി. ആരേക്കാൾ? അലാ അഖവൈഹി, ഇസ്മിന്റെ രണ്ട് സഹോദരന്മാരെക്കാൾ. ഇസ്മിന്റെ രണ്ട് സഹോദരന്മാർ, അതായത് ഫീൽ അർഫിനേക്കാൾ മേലേന്, സ്ഥാനം കൊണ്ട് മേലേന്. എന്താ കാരണം? ഹൈസു തറക്കബ മിൻഹു വഹദഹുൽ കലാമു. ഇതിലെന്താ? അപ്പൊ അതല്ലേ യതറക്കബു മിൻഹു വഹദഹു അൽ കലാമു. ആ ഇസ്മിനാൽ തറക്കുബാകും വഹദഹു മുൻഫരിദൻ, ഇസ്മിനെ കൊണ്ട് അത് തന്നെ മുൻഫരിദായ സ്ഥിതിയിൽ, മറ്റുള്ളവരൊന്നും ആവശ്യമില്ലാതെ. അൽ കലാമു തറക്കുബാകും എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഗം കൊണ്ട് തന്നെ ഒരു കലാമ് തറക്കുബാകും, മറ്റൊരങ്ങനെയല്ല. അപ്പൊ ആ ഒരു നിലക്കൊക്കെ. പിന്നെ മാത്രമല്ല ഇസ്മാണല്ല മഹ്കൂം ബിഹി അലൈഹി രണ്ടും ആവുക. അങ്ങനെയൊക്കെ തന്നെ. ദൂന അഹവൈഹി, അതിന്റെ രണ്ട് സഹോദരന്മാരെ കൂടാതെ ആയ സ്ഥിതിയിൽ. ഇവിടെ ഒരു കാര്യം പറയണ്ട, ഈ അഹവൈ, ഈ ഒപ്പുള്ള അക്സാമുകൾ ഒരു അഹവൈഹി, അഹ് എന്നുള്ള പ്രയോഗം എന്താ? അതെന്താ? മുനാസബത്ത് ഉണ്ടാവണ്ട്. ഒരാളുടെ ഒരു വാലിദിൽ നിന്ന് ഇപ്പൊ പിറന്ന ആളുകൾക്കാണ് സഹോദരന്മാരെ അറിയാം. അതേമാതിരി ഒരു മഖ്സിമിന്റെ അക്സാമുകൾ ആണല്ലേ ഇവര്, കെലിമത്തിന്റെ അക്സാമുകളാണ്. അപ്പൊ ഒരു വാലിദിൽ നിന്ന് പിറന്ന സഹോദരന്മാരെ മാതിരി ആയതുകൊണ്ട്. ഓക്കെ. വഖീല പറയപ്പെട്ടു, മിനൽ വസ്മി, വസ്മിൽ നിന്നാണ് എന്താണ് അഖ്ദ് ചെയ്യപ്പെട്ടത് എന്ന് പറയപ്പെട്ടത് കുഫക്കാരാണ്. എന്താണ് വസ്മ എന്ന് പറയുന്നത്? വഹുവൽ അലാമത്തു, അലാമത്താണ്. അന്യ എന്താ? ലിഅന്നഹു അലാമത്തുൻ അലാ മുസമ്മാഹു, അത് മുസമ്മാന്റെ മേലെ അലാമത്താണ്. ശരിയല്ലേ? പക്ഷെ വേറെ കുറെ പ്രശ്നമുണ്ട്. വാവിനെ കളഞ്ഞിട്ട് പകരം ഹംസനെ കൊണ്ടുവരിക. ഫാഫില വാവിനെ കളഞ്ഞിട്ട് പകരം അവിടെ തന്നെ ആ സ്ഥാനത്ത് തന്നെ ഹംസനെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ മഅഹൂദാണോ എന്നതൊക്കെയാണ് ഇവിടെ ചർച്ച. അപ്പൊ നല്ലോണം വായിക്കേണ്ട ചർച്ചയാണ്. ഇനി വൽ ഖിസ്മുൽ അവ്വലു, ഒന്നാമത്തെ ഖിസ്മാകുന്നത് അതാരാ? വഹുവ മാ യദുല്ലു അലാ മാനൻ ഫീ നഫ്സിഹാ മുഖ്തരിനിൻ ബി അഹദിൽ അസ്മിനതി സലാസതി. അത് അൽ ഫിഅലു, അത് ഫിഅലാണ്. ഫീലിന് എന്ത്? ഫിഅൽ എന്ന് പേരിടാൻ കാരണം സുമ്മിയ ബിഹി, ഫീലിന് ഫീൽ എന്നതുകൊണ്ട് പേര് പറയപ്പെട്ടു. ലി തളമ്മുനിഹി അൽ ഫിഅൽ അൽ ലുഗവിയ്യ, ലുഗവിയായ ഫീലിനെ അത് ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി. നമ്മൾ ഫീൽ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ലുഗവിയായ ഫീലാകുന്ന വഹുൽ മസ്ദറു, ഹദസ്, അതിന് നമ്മൾ ഫീൽ എന്നാണല്ലോ പറയാ. പ്രവൃത്തി, ഹാസിൽ ബിൽ മസ്ദറിന്റെ പേരാണ്. അവിടെ ഒരു ചർച്ച ഉണ്ട്. ഹാസിൽ ബിൽ മസ്ദർ അല്ലേ ഫീല്? ഫീല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രവർത്തിക്കൽ എന്ന ആശയാണ് സാധാരണ നമ്മള് നഹ്വികൾ ഫീൽ എന്ന് പറയുന്ന സാധനങ്ങളിലൊക്കെ ഉള്ളത് മസ്ദറിന്റെ അർത്ഥമാണ്. പ്രവർത്തിക്കൽ ഉണ്ടായി. ഹാസുലും ബിൽ മസ്ദർ ആകുന്ന ഒരു ഇസ്മ ആ നിലക്കല്ല, ഒരു ഹദസ് ഉണ്ടായി, അപ്പോഴേ ഒരു ഫായിലേക്കുള്ള നിസ്ബൊക്കെ വരുള്ളൂ. അപ്പോ ഈ ഫിയല് എന്നതിന് ലുഗവിയായ ഫിയല് ഉണ്ടായതിനു വേണ്ടി, ലുഗവിയായ ഫീൽ ഏതാ? ലുഗവിയായ ഫീൽ പറഞ്ഞാൽ ഹാസുൽ ബിൽ മസ്ദർ ആണ്. അതിനല്ലല്ലോ തളമു ചെയ്തിട്ടുള്ളത് എന്നൊരു ഇഷ്കാലുണ്ട്. ഹാസുൽ ബിൽ മസ്ദറിനല്ല സാധാരണ ഫീലുകൾ തളമു ചെയ്യുന്നത്, മസ്ദർ ആകുന്ന ഹദസാകുന്ന മാനയാണ്. അപ്പൊ അതിന് മറുപടി എന്താ വെച്ചാൽ ഹദസുകൾക്കും ഫിയല് പറയാറുണ്ട്. ഫിയലുൽ ഖൈറാത്ത്, ഫിയലുൽ ഖൈറാത്ത് എന്താ? ഖൈറുകളെ പ്രവർത്തിക്കലല്ലേ. അപ്പൊ മസ്ദർ ആകുന്ന ഹദസ് പ്രവർത്തിക്കൽ എന്ന അർത്ഥത്തിലും ഈ പറഞ്ഞ ഫിയല് എന്ന പദം പ്രയോഗിക്കാറുണ്ട്. അപ്പൊ കറക്റ്റ് ആണെന്ന് ആമിഷ്. ഇനി ഒരു കാര്യം മുസന്നിഫ് ഉണർത്താണ്. വഖദ് ഉലിമ ബിദാലിക ഐ ബിവജ്ഹി ഹസ്രിൽ കലിമത്തി ഫിൽ അഖ്സാമി സലാസതി. ഈ മൂന്ന് അഖ്സാമുകളിൽ കലിമത്ത് കലിമത്തിനെ ഹസ്ർ ചെയ്തതിന്റെ വജ്ഹ്, അതിന്റെ ത്വരീഖ് അഥവാ അതിന്റെ ദലീല്, ആ ദലീല് വിശദീകരിച്ചു. ദലീല് കൊണ്ട് അറിയപ്പെട്ടു ഹദ്ദു കുല്ലി വാഹിദ് മിൻഹ, ഈ അഖ്സാമുകളിൽ നിന്നുള്ള എല്ലാ ഓരോന്നിന്റെയും താരീഫ് എന്നാണ് ഉദ്ദേശം. ഹദ് എന്ന് പറഞ്ഞാൽ മനാത്തികത്തിന്റെ ഇസ്തിലാ ഉദ്ദേശമില്ല. ഇവിടെ പറയുന്നുണ്ട് ഹദ്ദറ മുഅരിഫ് എന്നാണ് ഉദ്ദേശം. മുഅരിഫ് എന്താൽ ജാമിഉൽ മാനിഉ എന്നല്ലേ. അപ്പൊ അത്ര ഉദ്ദേശമുള്ളൂ എന്നൊക്കെ മറുപടി പറയുന്നുണ്ട്. പിന്നെ എത്തിബാരിയ അമറുകളുടെ എത്തിബാർ തന്നെയാണ് അതിന്റെ മാഹിയത്ത്, അതിന്റെ ഹക്കീക്കത്തുകളെന്നോ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെന്നെ ഹദ് ഇസ്തിലാഹു ആക്കാം. പക്ഷെ ഇവിടെ ഷാരി ഒന്നാമത്തെ ഒരിക്കലൂടെ പോണേ. ഇവിടെ മിൻഹ ഐ മിൻ തിൽക്കൽ അഖ്സാമി,
അതെങ്ങനെ അറിയപ്പെട്ടത്? വദാലിക ലിഅന്നഹു ഖദ് ഉലിമ ബിഹി ഐ ബിവജ്ഹിൽ ഹസ്രി, ഈ ഹസ്റിന്റെ വജ്ഹ് കൊണ്ട് അറിയപ്പെട്ടു. അന്നൽ ഹർഫ കലിമത്തുൻ, ഹർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കലിമത്തുൻ ലാ തദുല്ലു അലാ മാന ഫി നഫ്സിഹാ, അത് തീരെ തന്നെ നഫ്സ് കൊണ്ട് ഒരു മാനാനെ മേൽ അറിയിക്കൂല, അത് നഫ്സിലുള്ളതായ ഒരു മാനാനെ മേൽ അറിയിക്കൂല, തീരെ തന്നെ അറിയിക്കൂല. ബൽ തഹ്താജു ഇല ഇൻദിമാമി കലിമത്തിൻ ഉഖ്റാ, ഇൻദിമാമി കലിമത്തിൻ ഉഖ്റാ, മറ്റൊരു കലിമത്ത് അതിലേക്ക് ഇൽദിമാമ് മുല്ലമ്മാവിലേക്ക് ആവശ്യമാകും. പിന്നെന്താ അറിയപ്പെട്ടതുപോലെ ഹർഫ വൽ ഫിഅല, ഹർഫാകുന്നത് കലിമത്താണ്, വൽ ഫിഅല ഫിഅലാകുന്നത് കലിമത്തുൻ തദുല്ലു അലാ മാനൻ, കലിമത്തുൻ തദുല്ലു അലാ മാനൻ ഫീ നഫ്സിഹാ ലാകിന്നഹു മുഖ്തരിനും ബി അഹദിൽ അൽ അസ്മിനതി സലാസതി എന്നും അറിയപ്പെട്ടു. പിന്നെന്താ വൽ ഇസ്മ കലിമത്തുൻ തദുല്ലു അലാ മാനൻ ഫീ നഫ്സിഹാ ഗൈരി മുഖ്തരിനും ബി അഹദിൽ അസ്മിനതി സലാസതി, മൂന്നാം കാലത്തിന് ഒന്നിനോട് അന്വരിക്കാത്ത സ്വന്തത്തിലുള്ള ഒരു മാനാനെ മേൽ അറിയിക്കുന്ന കലിമത്താണ് എന്നും പറയപ്പെട്ടു. അപ്പോ ഫൽ കലിമത്തു, കലിമത്ത് എന്നത് മുശ്തരിക്കത്തും ബൈനൽ അഖ്സാമി സലാസതി, മൂന്ന് കിസ്മുകൾക്കിടയിൽ മുശ്തരിക്കത്താണ്. വൽ ഹർഫു മുംതാസുൻ അൻ അഖവൈഹി, ഹർഫോ അത് അതിന്റെ രണ്ട് സഹോദരന്മാരെ തൊട്ട് എന്താണ്? മുത്തമയീസ് ആണ്, മുഖ്തസാണ്. എന്തുകൊണ്ട് വേർതിരിഞ്ഞു? മുത്തമയീസ് ആണ്. ബിഅദമിൽ ഇസ്തിഖ്ലാലി ഫി ദലാലത്തി, ബിഅദമിൽ ഇസ്തിഖ്ലാലി ഫി ദലാലത്തി, ദലാലത്തിൽ ഇസ്തിഖ്ലാൽ ഇല്ല എന്നതുകൊണ്ട് മുംതാസ് ആണ്. പിന്നെ വൽ ഫിഅലു മുംതാസുൻ അനിൽ ഹർഫി, ഹർഫിനെ തൊട്ട് ഫിഅൽ മുംതാസ് ആണ്. ബിൽ ഇസ്തിഖ്ലാലി, ഇസ്തിഖ്ലാൽ കൊണ്ട് ഹർഫിനെ തൊട്ട് മുംതാസ് ആണ്. വഅനിൽ ഇസ്മി, ഇസ്മിനെ തൊട്ട് മുംതാസ് ആണ്. എന്തുകൊണ്ട്? ബിൽ ഇഖ്തിറാനി, ഇഖ്തിറാൻ കൊണ്ട് മുംതാസ് ആണ്. വൽ ഇസ്മു, ഇസ്മാകുന്നത് മുംതാസുൻ അനിൽ ഹർഫി, ഹർഫിനെ തൊട്ട് മുംതാസ് ആണ്. ബിൽ ഇസ്തിഖ്ലാലി, ഇസ്തിഖ്ലാൽ കൊണ്ട്. വഅനിൽ ഫിഅലി, ഫിഅലിനെ തൊട്ട് മുംതാസ് ആണ്. ബി അദമിൽ ഇഖ്തിറാനി, അദമുൽ ഇഖ്തിറാൻ കൊണ്ട് മുംതാസ് ആണ്. ഫഉലിമ ലികുല്ലി വാഹിദിൻ മിൻഹാ, ഫഉലിമ ലികുല്ലി വാഹിദിൻ മിൻഹാ, ഇവകളിൽ നിന്ന് ഈ അക്സാമുകളില്ല ഓരോന്നിനും അറിയപ്പെട്ടു മുഅരിഫുൻ ജാമിഉൻ ലി അഫ്രാദിഹി, ആ കുല്ലി വാഹിദിന്റെ അഫ്രാദുകളെ അഫ്രാദുകളെ എല്ലാത്തിനെയും ജാമ്യമാക്കുന്ന ഒരു മുഅരിഫിനെ അറിയപ്പെട്ടു. മനസ്സിലായി? മാനിഉൻ അൻ ദുഖൂലി ഗൈരിഹാ ഫീഹി, ആ അഫ്രാദുകൾ, അതിന്റെ അഫ്രാദുകൾ അല്ലാത്തത് അതിൽ ആ കുല്ലു വാഹിദിൽ ദാഖിലാവലിനെ തൊട്ട് മാനിയുമായ തടയുന്നതുമായ ഒരു മുഅരിഫിനെ ഇതിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ടു. അപ്പോ അതാണ് മുസന്നിഫ് പറഞ്ഞത്. ഇനി വലൈസൽ മുറാദു ബിൽ ഹദ്ദി ഹാഹുനാ, ഇവിടെ ഹദ് എന്ന് ഹദ്ദു കുല്ലി വാഹിദ് എന്ന് പറഞ്ഞല്ലോ, ആ ഹദ് എന്നുകൊണ്ടുള്ള ഉദ്ദേശമല്ല, എന്തല്ലാതെയല്ല, ഇല്ലൽ മുഅരിഫ അൽ ജാമിഅ അൽ മാനിഅ, ജാമിഉ മാനിഉമായ മുഅരിഫ് എന്നല്ലാതെയല്ല, അത് മാത്രമാണ് ഉദ്ദേശമല്ല. ഇസ്തിലാഹുൽ മനാത്തിഖത്ത് ഇവിടെ ഉദ്ദേശമില്ല. ഇനി വലില്ലാഹി ദർറുൽ മുസന്നിഫി, മുസന്നിഫി അള്ളാഹുവിനേക്കാണ് ദർറുൽ മുസന്നിഫി, മുസന്നിഫിന്റെ പാലാകുന്നത് എന്ന് പറഞ്ഞാൽ പാലിന്റെ ഗുണമാകുന്നത്. ഈ അറബികൾക്കുണ്ടല്ലോ ഖൈറുകളൊക്കെ അള്ളാഹുവിലേക്ക് ചേർക്കും. അപ്പൊ പാലിന്റെ ഗുണമാണ് ഒരാൾ ഉഷാറ് കാണിക്കണമെങ്കിൽ അത് ചെറുപ്പത്തെ കുടിച്ച പാലാണ്, പാലിന്റെ ആ ഒരു ഫലമാണ്. അപ്പൊ ഗുണങ്ങളൊക്കെ അള്ളാഹുവിനേക്കാണ്, അള്ളാഹുവിലേക്കാണ് അവർ ചേർക്കുക. അപ്പൊ വലില്ലാഹി ദർറുൽ മുസന്നിഫി, അള്ളാഹുവിനേക്കാണ് മുസന്നിഫിന്റെ ചെറുപ്പത്തെ ആ ഒരു മുസന്നിഫിന്റെ പാലിന്റെ ഗുണമാകുന്ന അള്ളാഹുവിനേക്കാണ്. എന്താ കാരണം? എന്താ അങ്ങനെ പുകഴ്ത്താൻ മുസന്നിഫിനെ വാഴ്ത്താൻ കാരണം? ഹൈസു അഷാറ ഇലാ ഹുദൂദിഹാ, ഈ കലിമത്തിന്റെ അക്സാമുകൾ ഉണ്ടല്ലോ, ആ അക്സാമുകളുടെ ഹദ്ദുകളിലേക്ക് മുസന്നിഫ് ഇഷാറത്ത് ചെയ്തു. എന്തിന്റെ അടക്കം? ഫീ ളിംനി ദലീൽ ഹസ്രി, കലിമത്തുകൾ മൂന്ന് വിധമാകുന്ന മൂന്നിൽ മുൻഹസിറാണ്, കലിമത്ത് മൂന്നിൽ മുൻഹസിറാണ് എന്നതിന്റെ ആ ഒരു ദഅവയുടെ ദലീലിന്റെ ളിംനിലായിട്ട് ഹദ്ദുകളിലേക്ക് ഇഷാറത്ത് ചെയ്തുവല്ലോ. അതുമല്ല സുമ്മ നബ്ബഹ അലൈഹ, പിന്നെ അതിന്റെ മേൽ ആ ഹുദൂദിന്റെ മേൽ മുസന്നിഫ് ഉണർത്തി. മനസ്സിലായി? വഖദു ഇലിമ എന്ന് പറഞ്ഞാൽ ഇവിടൊക്കെ ഇതിൽ നിന്ന് ഹദ്ദ് കിട്ടും എന്ന് പറഞ്ഞ് ഉണർത്തിയല്ലോ. എന്തുകൊണ്ട് ഉണർത്തി? ബി ഖൗലിഹി, മുസന്നിഫിന്റെ ഖൗല് കൊണ്ട്. എന്താ ഖൗല്? വഖദ് ഉലിമ ബിദാലിക എന്ന ഖൗല് കൊണ്ട് ഉണർത്തി. എന്നിട്ടോ സുമ്മ സറഹ ബിഹാ, പിന്നെ ഹദ്ദുകളെ വ്യക്തമാക്കി പറഞ്ഞു. ഫീമാ ബഅദു, ഇതിന് ശേഷം ഉള്ള ഒരു മഹല്ലിൽ. മനസ്സിലായ? അപ്പൊ ശേഷം എന്താണ്? ഈ ഹദ്ദുകളൊക്കെ ഒന്നും കൂടി ഓരോന്നും എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇസ്മ എന്താണ്, ഫേൽ എന്താണ്, ഹർഫ് എന്താണെന്നതാ ഒന്നുകൂടി വ്യക്തമാക്കി ഇതുപോലെ സ്വറാഹത്ത് നിലക്ക് പറയുന്നുണ്ട്.
അപ്പൊ 3 നിലക്ക് ആദ്യം ഇഷാറത്ത് വജഹുൽ ഹസറിലൂടെ ഇഷാറത്ത് ചെയ്തു, പിന്നെ അത് ഉണ്ടെന്ന് ഉണർത്തി, പിന്നെ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു. എന്തിനാ? ബിനാഅൻ അലാ തഫാവുത്തി മറാത്തിബി ത്വബാഇഇ, ത്വബീഅത്തുകളുടെ മർത്തബകളുടെ തഫാവുത്ത് ഏറ്റക്കുറച്ചിലിന് മേൽ ബിനാ ചെയ്തതിന് വേണ്ടിയിട്ട്. അഥവാ ആളുകളുടെ പ്രകൃതം 3 തരാണ്. ദക്കീയുണ്ട്, മുത്തവസ്സിത്ത് ഉണ്ട്, അബുലത് ഉണ്ട്, അതിലുണ്ട്. അപ്പോ ദക്കീന് പരിഗണിച്ചുകൊണ്ട് ആദ്യം ഇഷാറത്ത്, പിന്നെ മുത്തവസ്സിത്ത് ആകുമ്പോഴേക്കൊന്ന് ഉണർത്തി. മുത്തവസ്സിത്ത് എന്ന് മനസ്സിലാക്കിക്കോളും. ഒന്നും മനസ്സിലാവാൻ വ്യക്തമാക്കി പറഞ്ഞാൽ മാത്രം മനസ്സിലാവും എന്നുള്ള നല്ല ഫസ്റ്റ് ക്വാളിറ്റി നല്ല എന്താണ്ടാവും നല്ല കുട്ടികള്. അവർക്കും വേണ്ടിയിട്ട് വ്യക്തമാക്കി പറയുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഒരുപാട് കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് വലിയൊരു ചർച്ച എന്ന് പറയുന്നത് സുമൂവ്, അതിന്റെ ആ ബസറ കൂഫ അവരുടെ ഉള്ള ഇഖ്തിലാഫ് വളരെ വിശദമായിട്ട് പഠിച്ചു വരണം. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഇഷ്കാലുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വല്ല മറുപടി വേറെ ഉണ്ടോ എന്നൊക്കെ നോക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ നോക്കാൻ പറഞ്ഞൊരു കാര്യം എന്താണ്? ആ ഒരു ദലീലില് അവിടെ അത്ഫ് കൊടുക്കാത്തതിന്റെ ന്യായം ഒക്കെ ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് നല്ലോണം നോക്കാൻ പറഞ്ഞിരുന്നു. അതൊക്കെ നല്ലോണം ഫുള്ളായിട്ടില്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് നോക്കി വരിക. അവസാനിപ്പിക്കല്ലേ? വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.